ഹായ് ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ അമ്മ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്നെ വന്ന് വിളിക്കുകയാണ്. എണീക്ക്, അമ്മയ്ക്ക് ഇന്നൊരു കല്യാണമുണ്ട്. അപ്പം അമ്മയുടെ സാരിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കിടന്ന് വിളിയോട് വിളിയായിരുന്നു. ഞാൻ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് അവസാനം എണീറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വന്ന് സാരി അയൺ ചെയ്യുകയാണ്. ഇതേ കണക്ക് പ്ലീറ്റൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. സാരിയുടെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പൊന്മാൻ കളറും റോസും ആണ്. നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു. സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞ് അമ്മ ഇവിടെ റെഡി ആവുകയാണ്. അപ്പോൾ പൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പൊട്ടും എടുത്ത് കാണിക്കുകയാണ്. സാരിക്ക് മേച്ചായ പൊട്ട് ഏതാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വലിയ പൊട്ടുകളെല്ലാം എൻ്റെ അമ്മയ്ക്ക് വെക്കുമ്പോൾ നല്ല ചേർച്ചയാണ്. ഞാനാണെങ്കിൽ ചെറിയ പൊട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇങ്ങനത്തെ പൊട്ടൊക്കെ നല്ല ഭംഗിയാണ്. അമ്മയ്ക്ക് ആണെങ്കിൽ എപ്പോഴും അമ്മ ഒരു മെറൂൺ കളർ പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞാൻ കടയിൽ പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ചേർന്ന ടൈപ്പ് പൊട്ടൊക്കെ വാങ്ങും. അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാലും ഞാൻ പറയാം, അമ്മ കളർ പൊട്ടൊക്കെ എടുക്കുക, ഇതൊക്കെ അമ്മയ്ക്ക് നല്ല ചേർച്ചയാണെന്നൊക്കെ പറഞ്ഞ് എടുപ്പിക്കും. വീട്ടിൻ്റെ അടുത്തുള്ള കല്യാണമാണ്. അപ്പോൾ അവിടെ നിന്ന് ബസ്സുണ്ട്, 8:30 ബസ് എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അമ്മ ഇങ്ങനെ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൗഡർ ഇടും, ഇതുപോലെ കണ്ണെഴുതും, പൊട്ട് വയ്ക്കും, മുടിയും കെട്ടും. ഇത് തന്നെയാണ്. ഈ സമയം ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ല ദേഷ്യം, മൂടെല്ലാം മാറി തുടങ്ങി. കാരണം ചേട്ടൻ വിളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ പെട്ടെന്ന് വാ, വണ്ടി എടുക്കും, പെട്ടെന്ന് വാന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് സിന്ദൂരം ഒന്ന് എടുത്തോണ്ട് വരാനേ. സിന്ദൂരം എടുക്കാൻ പോയപ്പോഴത്തേക്ക് അതൊരു ജാമിൻ്റെ ടിന്നിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നു. അങ്ങനെ പിന്നെ അതെടുത്തോണ്ട് കൊടുത്തു. പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനോട് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ അത്തറൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അപ്പം അമ്മ ആ സമയം കൊണ്ട് പെട്ടെന്ന് മുടിയെല്ലാം കെട്ടി കമ്മലൊക്കെ ഇട്ട് റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കാനും ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. റെഡി ആയ ഉടനെ അമ്മ ഇറങ്ങി, കാരണം ലേറ്റായി. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി അങ്ങനെ കമ്മലൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് പോവുകയാണ്. സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങിപ്പോയി വണ്ടി കയറിയപ്പോഴത്തേക്ക് ചേട്ടാ അമ്മ പെട്ടെന്ന് ഇറങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ അമ്മയെ തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. എനിക്ക് പയ്യല്ലേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെ രണ്ടാളും പോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന്, എനിക്ക് നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്കിൻ കെയറോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുക്കി കെട്ടുകയാണ്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ കെട്ടിയതാണ്. അങ്ങനെ മുടിയെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഫേസിന് എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ പിന്നെ നേരെ വന്ന് മുഖമൊക്കെ കഴുകി കുറച്ച് പഞ്ചസാരയും കോഫി പൗഡറും കുറച്ച് തേനും പാലും കൂടെ എടുത്തിട്ട് ചെറിയൊരു സ്ക്രബ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല, എന്നാലും നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നുള്ളൊരു ഫീൽ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുട്ടയുടെ വെള്ളയും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ചെറിയൊരു പാക്ക് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇന്നാണെങ്കിൽ സത്യം പറഞ്ഞ് ഒരുപാട് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. ഞാനും വിചാരിച്ചില്ല വീഡിയോ ഒക്കെ എടുക്കുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാവുമെന്ന് ഞാനും വിചാരിച്ചതേ ഇല്ലേ. ഫേസ് പാക്കൊക്കെ ഇട്ട് ഞാൻ ഫേസ് എല്ലാം കഴുകി മോയ്സ്ചറൈസറൊക്കെ ഇട്ടു, ചെറിയൊരു ലിപ് ബാമൊക്കെ ഇട്ട് സെറ്റായിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു കൊറിയർ വന്നു. എൻ്റെ ഭാഗ്യം നോക്കണേ, എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ കൊറിയർ വന്നു. പിന്നെ ഞാൻ നേരെ പോയി കൊറിയറിൽ സാധനം എല്ലാം മേടിച്ചിട്ട് വന്നു. കൊറിയറെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പം തന്നെ എനിക്ക് നാളെ കല്യാണത്തിൻ്റെ ഒരു ടോപ്പുണ്ട്, അപ്പോൾ അത് വണ്ണം അടിക്കാനായിട്ട് കൊടുക്കാൻ പോവുകയാണ്. പോയ സ്പീഡിൽ തന്നെ ഞാൻ പെട്ടെന്ന് കൊടുത്തിട്ട് തിരിച്ചു വന്നു. ഇന്ന് എൻ്റെ ഫ്രണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. പിന്നെ അമ്മ എന്നെ വരുന്ന വഴിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അമ്മാമ്മയ്ക്ക് കുളിക്കാൻ വെള്ളമൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് അമ്മാമ്മയ്ക്ക് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ റൂമിൽ വന്നു. കൊറിയറൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് കഴിഞ്ഞു. പിന്നെ ഇന്ന് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അവൾ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് അവൾ വരുന്നത്. മുന്നേ ഒരുവണമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയായതുകൊണ്ട് ഭയങ്കര ചൂട്. അങ്ങനെ എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തോന്നിയുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് വെച്ചു. സാധാരണ ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ഇന്ന് എന്താ ഭയങ്കരമായിട്ട് ദാഹവും ഭയങ്കര ചൂടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ച് നേരം അമ്മയുടെ റൂമിൽ വന്നതാ ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഗ്രില്ലിൽ എന്തോ ഒരു സൗണ്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് വാട്ടർ ബില്ല് വന്നതാണ്. പിന്നെ അതൊക്കെ നോക്കി ഇപ്പം എന്തായാലും എല്ലാത്തിനും പൈസയോട് പൈസ എല്ലാം എടുത്ത് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മാമ്മ ദാ കുളിച്ച് സുന്ദരിയായിട്ട് വന്നു. ഇനി അമ്മാമ്മയ്ക്ക് കഞ്ഞി കൊടുക്കണം. അമ്മാമ്മ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കാപ്പി കുടിക്കുന്നതാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വിശപ്പാവും. അതുകൊണ്ട് ഞാൻ പ്ലേറ്റിൽ നിറയെ കഞ്ഞി കൊടുത്തു. അമ്മ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞു എനിക്ക് ഇത്രയും വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞി അതിൽ നിന്ന് മാറ്റിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് അച്ചാറും തോരനും കൂടി കൊടുക്കാമെന്ന് ചോദിച്ചു. അച്ചാർ അങ്ങനെ കഴിക്കാറില്ല, കഴിക്കുമെന്ന് എഴുതിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അച്ചാർ അങ്ങനെ കൂട്ടിയില്ല. അച്ചാർ സാധാരണ അങ്ങനെ കൂട്ടാറില്ല, എന്നാലും ഞാൻ കുറച്ച് കൊടുത്തതാണ്. പിന്നെ തോരൻ കഴിച്ചിട്ട് പ്ലേറ്റിന് തന്നു. പിന്നെ അതുകൊണ്ട് വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും കഞ്ഞിയും കുടിച്ചിട്ട് പ്ലേറ്റ് തന്നു. ഇനി ആൾ വയറൊക്കെ നിറഞ്ഞ് സുഖമായിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങും. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വീണ്ടും വന്ന് എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നേഹേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷൊക്കെ ഇളകിയിരിക്കുകയല്ലേ, നാളെ കല്യാണമൊക്കെ അല്ലേ, ക്യൂടെക്സ് ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൈ കിടന്ന ക്യൂടെക്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ട് ചെയ്ത മാർക്കാണ്, ഇതുവരെയും പോയില്ല. പിന്നെ എനിക്കിപ്പോൾ എന്തോ സിൽവർ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. എൻ്റെ കൈക്ക് ഇത് നല്ല ചേരുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ സെയിം കളർ തന്നെ
തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം കട്ടിയൊക്കെ ആയി തുടങ്ങി യൂടെക്സ്. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എപ്പോഴും എനിക്ക് പണി കിട്ടുന്നതാണ് ഈ ഒരു സൈഡിൽ. ഇത് കണക്ക് ഇട്ടിട്ട് എവിടെയെങ്കിലും ചിലപ്പോൾ ഡ്രസ്സിലോ എന്തിലെങ്കിലും തട്ടും. യൂടെക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് എത്തി. അവൾ അച്ഛനാണേ കൊണ്ടാക്കിയത്. രണ്ടുപേരും കൂടെ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടാണ് വന്നത്. അങ്ങനെ അമ്മയും കല്യാണത്തിനൊക്കെ പോയിട്ട് എത്തി. അങ്ങനെ അമ്മ വന്നിട്ട് അവളുടെ അടുത്ത് വിശേഷമൊക്കെ പറയുകയാണ്. ഉച്ചയ്ക്കാണ് നേഹ എത്തിയത്. വൈകിട്ടേരം അവളോട് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു കൊറിയർ വന്നില്ല, അത് ഹെയർ സെറ്റ് ചെയ്യുന്ന സംഭവമായിരുന്നു. അതൊക്കെ ഞാനും അവളും കൂടി ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് വീട്ടിനടുത്ത് അമ്പലത്തിൽ പൊയ്കവള ദേവി ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അങ്ങനെ വീടിൻ്റെ തൊട്ട് താഴെ കൂടെ ഇങ്ങനെ ഘോഷയാത്ര പോവുകയാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞാനും നേഹ അമ്മയും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഘോഷയാത്രയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടാളും ഫുൾ വരെ കാണാൻ നിന്നില്ല, അവൾക്ക് നേരത്തെ വീട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ നേരെ ഞാൻ അവളെ ബസ് സ്റ്റോപ്പിലോട്ട് ആക്കാനായിട്ട് പോയി. സൺഡേ ആയതുകൊണ്ട് വൈകിട്ട് പെട്ടെന്ന് ബസ് കിട്ടുമെന്നൊക്കെ ഡൗട്ടായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ഇന്ന് ബസ്സൊക്കെ പെട്ടെന്ന് വന്നു. അങ്ങനെ നേഹ നേരെ വീട്ടിൽ പോയി. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് റെഡിയായി. ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട്, അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പ്രതീക്ഷിക്കാതെ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറിയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാനും അമ്മയും കൂടി നേരെ അമ്പലത്തിൽ വന്ന്. ഇവിടെ ഉത്സവം നടക്കുകയാണല്ലോ. അമ്മയുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഉത്സവം കാണാനായിട്ട് പോയത്. എനിക്കിന്ന് ഒട്ടും മൂടില്ലായിരുന്നു വരാൻ. കാരണം എനിക്ക് നാളെ രാവിലെ കല്യാണത്തിന് പോവേണ്ടതാണ്. നെടുമങ്ങാടാണ് കല്യാണം. രാവിലെ എണീക്കണം. പിന്നെ ഉറക്കമൊക്കെ രാത്രി സെറ്റായില്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ അമ്മ പറഞ്ഞടി ഈ വർഷമല്ലേ കാണാൻ പറ്റുള്ളൂ, ഇനി ഉത്സവമൊക്കെ അടുത്ത വർഷമല്ലേ ഉള്ളൂ. വീടിൻ്റെ തൊട്ടടുത്ത ക്ഷേത്രമാണ്. അമ്മ എന്തായാലും ഇത് കാണാനായിട്ട് ആഗ്രഹിച്ചതല്ലേ, അപ്പോൾ എന്നെ കരുതി എന്തായാലും മിസ്സാക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാനും അമ്മയും കൂടി ഇവിടെ വന്നു. അമ്പലത്തിൽ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാണുകയാണ് ഇതൊക്കെ. എനിക്കാണെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഇപ്പോഴാണെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. കുറേ നേരമൊക്കെ ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ് എനിക്ക് ഉറക്കം വരും. അതൊരു കാര്യം. കുറേ നേരം ഇരിക്കുമ്പോൾ ഉറക്കം വരും. പിന്നെ അങ്ങനെ ആ മുമ്പൊക്കെ ആണെങ്കിൽ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോകാം, പിന്നെ ഐസ്ക്രീം കുടിക്കാം, എന്തെങ്കിലുമൊക്കെ വാങ്ങാം, അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇന്ന് പിന്നെ എനിക്ക് ഒട്ടും മൂടില്ലായിരുന്നു. കാരണം നാളെ ഇത്രയും ലോങ് പോകാനുള്ളതാണ്, ബസ്സിലാണ് പോവേണ്ടത്. പിന്നെ അവർ ക്ഷീണം വരും, ഉറക്കം സെറ്റായില്ലെങ്കിൽ രാവിലെ എണീക്കാൻ പാടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള മൈൻഡും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ പോയി അവിടെ ചെന്ന് അവിടുത്തെ ഒരു വൈബൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ സെറ്റായി. കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അമ്മയും നല്ല ഹാപ്പിയായി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോയപ്പോൾ അമ്മ പറഞ്ഞു, കണ്ട പോകാതിരുന്നിരുന്നെങ്കിൽ ഇതൊക്കെ മിസ്സാവത്തില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താണ് ഓരോരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചെണ്ടമേളം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ. നമ്മൾ ഏതൊരു മൂഡിലാണെങ്കിലും ചെണ്ടമേളമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ആ ഒരു ചെണ്ടമേളം. അപ്പം ചെണ്ടമേളത്തിൻ്റെ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെ ഞാനും നേഹ ഒന്നിച്ചാണ് കല്യാണത്തിന് പോകുന്നത്. ഞങ്ങളെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്നും വീട്ടിൽ വന്നിട്ട് അവൾ തീരുമാനിക്കാതെയാണ് പോയത്. ചെണ്ടമേളമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ ഗിഫ്റ്റ് പോയി വാങ്ങിയില്ലല്ലോ, നാളെ കല്യാണത്തിന് കൊണ്ടുപോകേണ്ടതല്ലേ എന്നൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഓർത്തത്. പിന്നെ അവസാനം എങ്ങനെയൊക്കെ സെറ്റായി സാധനം കയ്യിലെത്തി. അങ്ങനെ ലാസ്റ്റായി കമ്പമൊക്കെ പൊട്ടിച്ചു തുടങ്ങി. അടിപൊളിയായിരുന്നേ. ഞങ്ങൾ പിന്നെ അവിടെ ഞാനും അമ്മയും ലാസ്റ്റ് കമ്പമൊക്കെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഒരു വശത്ത് ചെണ്ടമേള നടക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. നമുക്കൊന്ന് നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം ഇവിടെ കഴിയാനായിട്ട് പോവുകയാണ്. കമ്പമൊക്കെ പൊട്ടിച്ചു തുടങ്ങി, ഏകദേശം അവസാനമായി. കമ്പം തീരുന്നവരെ നമ്മൾ നിന്നില്ല, കണ്ടുകൊണ്ട് പയ്യെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.